കുറച്ചോനെ ഒരു ബോഡി ഇത് അവിടെ കിടക്കണു. എന്താ ഇപ്പൊ ആരത്? മഴവെള്ളത്തിലേക്ക് ഒഴിച്ചു വന്നേ കാരണം. ഓ, 2 ദിവസം കൂടി ഇങ്ങനെ മഴ നിൽക്കാതെ പെയ്തിടുന്നുണ്ടെങ്കിലേ നമ്മളെ കടങ്ങൾ കുറച്ച് കിട്ടേനോ. തേങ്ങ ഇവിടുന്ന് ഇങ്ങനെ പെറുക്കിക്കൊണ്ടുവരാം നമുക്ക്. എന്താന്നില്ലേ. ഓ, ഇപ്പൊ മഴ നിന്നും ചെയ്തു. ഓ, സുബ്രേട്ടന്റെ പൈസ ആണ് കൊടുത്താലേ അല്ല അയാളെന്നൊക്കെ ഫുള്ള് വള്ളത്തിലാളോ. എന്നാലും പാടില്ല, ഇന്റെ കടങ്ങളൊക്കെ വീടി കിട്ടുമല്ലോ. എന്താന്നില്ലേ അയാളെ പൈസ കൊടുത്താലേ അത്. അല്ലോ ഇതൊക്കെ പാടാ വെള്ളം ഫുള്ള് കയറിക്കണല്ലേ. കുറച്ചോനെ ഒരു ബോഡി ഇത് അവിടെ കിടക്കണു. എന്താ ഇപ്പൊ ആരത്? മഴവെള്ളത്തിലേക്ക് ഒഴിച്ചു വന്നേ കാരണം. ആരാ ഇത്? നമ്മളെ സുബ്രേട്ടനോ? സുബ്രേട്ടൻ അങ്ങനെ എപ്പോഴാ മരിച്ചു? പൊന്നാരടാ, ഞാൻ മരിച്ചതല്ല. ഞാൻ ലക്ഷക്കണക്കിന് പൈസ ലോണത്താണ് വാങ്ങിയ മുതലാണ് വെള്ളത്തിൽ പോയത്. ഇന്ന് എന്നെ മാത്രം ഒഴിവാക്കിയത്. ഇന്ന് കൂടെ കൊണ്ടുപോയി കൊങ്ങമ്പളത്തിന്. അതിന് നിങ്ങൾ ഇവിടെ കടന്നിട്ട് എന്താ കാര്യം? അങ്ങോട്ട് നോക്കേ, അത് പൂള ആ കണ്ടത്തിൽ അപ്പുറത്ത് നെൽകൃഷി. ഇത് ഫുള്ള് കഴിഞ്ഞു. ഇതൊക്കെ പോയില്ലേ. ഞാൻ എന്താ കാട്ട് പോലെ എന്താ ചെയ്യുക? ഞാൻ നിങ്ങൾ ഈ വെള്ളം കയറുന്നിടത്ത് കൃഷി ഉണ്ടാക്കിയിട്ടല്ലേ. നമ്മളൊക്കെ ഈ വെള്ളം വരുമ്പോഴാണ് നമ്മള് പൈസ ഉണ്ടാക്കണത്. നമുക്ക് ചാകരയാണത്. 4 ദിവസം കൊണ്ട് നമ്മളെ കടങ്ങളൊക്കെ വീട്ടും. അതെങ്ങനെയാ മഴക്കാലത്ത് പൈസ ഉണ്ടാക്കുന്നത്? അതല്ലേ ഇതില് തേങ്ങ ഇതൊക്കെ വരുമ്പോ നമ്മൾ വെച്ചുകൂടെ എത്ര വിൽക്കണത്, മരങ്ങളൊക്കെ എത്ര കിട്ടുന്നത്. അതിമേലെ നിങ്ങളെ പൈസ തരാൻ വന്നാണ് ഞാന്. ഞങ്ങൾ പിടിച്ചോളേ, നിങ്ങളെ പൈസ തരുന്നത്. ഈ ഇത്ര കാലം ഞാൻ കൂടെ നടന്നിട്ട് ഇപ്പൊ എനിക്ക് വെള്ളം പറഞ്ഞ പൈസ തരണമെങ്കിൽ നമ്മളെ കൊയ്ത്ത് ഇങ്ങനെയാണേ. ഇങ്ങനെ നമുക്ക് ജീവിച്ചാൽ മതി. 4 ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു കൊല്ലത്തിൽ 4 ദിവസം ഇങ്ങനെ പണി എടുത്താൽ മതി. നമുക്ക് കിട്ടും. എന്നാ ഞാൻ കൃഷിയൊക്കെ ഒഴിവാക്കാൻ എന്റെ കൂടെ കൂടിയാണോ കൂടിക്കോളെ. നമുക്ക് ഒന്നിച്ച് പിടിച്ചാ ഒരു കേടുന്ന ഇവിടെ കടന്ന് മരിച്ചാ നിൽക്കണം. എന്നാലും നോക്കടാ ജി, ഇതിന്റെ ഇത്രയും മുതൽ ഞാൻ എത്ര കാലം പണിക്കാർ കൂലിട്ടുണ്ടാക്കിയ മുതലാണിത്. ഇത്രയും കഷ്ടപ്പാട് മൊത്തം പോയില്ലേ. അതൊക്കെ സാരഞ്ച് പൈസ തന്നാലും എനിക്കിത് മുതലാവൂല. എന്റെ അത്രയും മുതലൊക്കെ പോയി കിടക്കാണ്. ഞാൻ ആരോടെ സമാധാനം പറഞ്ഞാണ്. ഞാൻ തന്നെ എത്ര അധ്വാനിച്ചുകൊണ്ടില്ല അറിയോ. കഷ്ടപ്പെട്ടിട്ട് വെയിലും കൊണ്ടിട്ട് അതൊക്കെ വെള്ളത്തിലായില്ലപ്പോ. ഇനി എന്തിനാ ജീവിക്കണമെന്ന് പോലെ ഓർത്തു പോവാണ് ഞാൻ. നമുക്ക് ആദ്യമായിട്ടോ 2018 ശേഷം വല്ലാത്ത പോയി കിടക്കണത്. എന്തൊരു കഷ്ടം ആലോചിച്ചത് നിങ്ങൾ. അല്ല ഏട്ടാ, നിങ്ങൾക്ക് ഇത്രയും വെള്ളം കണ്ടിട്ടൊന്നും ഒരു സന്തോഷമില്ലേ? എന്താ വെള്ളം കുറെ കാലത്തിന് ശേഷം ഇത്ര വെള്ളം കാണുന്നത്. ഞാൻ എന്താ അർമാദിക്കാനാണ്? എന്റെ കൃഷിയാണ് മൊത്തം പോയി കിടക്കുന്നത്. നെല്ലും വാഴയും ചേമ്പൊക്കെ പോയി കിടക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ അർമാദിക്കണ്ടേ? 2 അടിയും കൂടി മേലോട്ട് വരെ എന്റെ വീട്ടിലേക്ക് വെള്ളം വന്നു. എനിക്ക് എന്താണ് സന്തോഷമുള്ളത്? ആരെങ്ങളോട് ഈ താഴത്ത് വെള്ളം കയറുന്നോടത്ത് പേരെയും കൃഷിയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഇന്റെ മാര് മലേന്റെ മേലെ പെരേറ്റ് നോക്കി. ആദ്യമൊക്കെ വലിയ പുച്ച നാട്ടുകാർക്ക് ആ മലേന്റെ മേലെ പെരേറ്റിയത്. ഇപ്പൊ എന്താ വെള്ളം കയറൂല, ഒരു അതുമില്ല. നമുക്ക് ഈ വെള്ളം കയറുമ്പോ ആല അർമാദിക്കാൻ അങ്ങനെ വരാറുണ്ട്. നമുക്കൊരു സെൽഫി എടുക്കാം. ഇത് കണ്ടിട്ട് നമുക്ക് സെൽഫി എന്റെ നെഞ്ഞാലി പോട്ടെ തേങ്ങ കൊണ്ടാക്ക്. എന്റെ മുതല് പോയിട്ടാ ഞാൻ പോകണ്ടിയാണ്. നമുക്ക് സെൽഫി തേങ്ങ കൊണ്ടാക്കണോ? ഓക്കെ, നിങ്ങൾ അറിഞ്ഞില്ലേ ആ നാറാണത്ത് മേലെ മലന്റെ മേലെ വെള്ളം വന്നിട്ട് പൊട്ടി ഒലിച്ചിട്ടേ ഉരുള് പൊട്ടിയാണ്ട് ഒളിച്ചുകൊണല്ലോ. എവിടെ നാരായണത്തെ എവിടെയാണ്? ആ മലന്റെ മേലിലേ ഉരുള് പൊട്ടിക്കാണ്ട് വെള്ളം മുഴുവൻ താഴത്തേക്ക് വന്നിരിക്കണു. എന്റെ പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ അവിടെയാണ്. ഓലൊക്കെ പോകാൻ പിടിച്ചിട്ടും കിട്ടൂല. ഇനി എന്താ ചെയ്യാൻ എനിക്കറിയില്ല. പെട്ടെന്ന് പോവാ. പടച്ചോനെ, നാറായണത്തെ പള്ളീന്റെ താഴത്തോ നിന്റെ പേര് ഉണ്ടാവൂല അതില്. പടച്ചോനെ നിക്കേ, ഞാനുണ്ട്. ഓ, എനിക്ക് കോളടിച്ചല്ലേ 2-3 പെരയാണ്. അപ്പൊ തെങ്ങും തേങ്ങ എല്ലാം ഉണ്ടാവുമല്ലോ. മരവും കയറും ഇതൊക്കെ സെറ്റാക്കട്ടെ. ഇക്കൊല്ല എന്റെ കട മുഴുവൻ വീട്ടണം. കയറൊക്കെ ശരിയാക്കട്ടെ. രാവിലെ മഴയാണ്. മഴയാകുമ്പോ രാവിലെ പണിക്ക് പോകാൻ നമുക്ക്. മഴയാകുമ്പോ അത് നടക്കൂല. ഒരേ മഴ, പക്ഷേ എല്ലാവരുടെയും കഥ ഒരുപോലെയല്ല. ചിലർക്ക് മഴ സന്തോഷമാണ്, ഓർമ്മകളാണ്, ആഘോഷമാണ്. പക്ഷേ മറ്റു ചിലർക്ക് അതേ മഴ കണ്ണീരാണ്. തകർന്ന വീടുകളാണ്, നഷ്ടപ്പെട്ട സ്വപ്നങ്ങളാണ്. നമ്മൾ മഴയെ ആസ്വദിക്കുമ്പോൾ എവിടെയോ ഒരാൾ തൻ്റെ ജീവിതം വീണ്ടും പണിയാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കായി ഒരു പ്രാർത്ഥന, ഒരു സഹായഹസ്തം, ഒരു കരുതൽ. കാരണം മനുഷ്യത്തെക്കാൾ വലിയ അഭയം മറ്റൊന്നില്ല.